അവൻ ചെയ്തതും നടപ്പിൽ വരുത്തിയതൊക്കെയും എഴുതുന്നതാ നാമെന്ന് ഖുർആൻ തന്നെയും സൂറത്ത് യാസീൻ നോക്കിയാൽ കാണുന്നതാ. അതുപോലെ തന്നെ ഹദീസിലും വിവരിച്ചതാ. ഒരു തെറ്റ് ചെയ്തതിൽ നിന്ന് തൗബ ചെയ്തൊരാൾ നഫ്സോട് സമരം ചെയ്തതൊഴിയാൻ ഏഴയാൾ. എന്നാൽ ഇലാഹ ദോഷം അവനിൽ നിന്ന് തിരിക്കുന്നതാണെന്നുള്ളതും പറയുന്നേ. തെറ്റൊന്ന് വന്നുടൻ ചെയ്ത് തൗബയും നല്ലതായി, വർഷം ഒരേഴെ തട്ടവൻ തീണ്ടാത്തതായി. എന്നാൽ ഇലാഹതിനോടൊരാഗ്രഹം തന്നെ ഇല്ലാത്ത രീതിയിലാക്കും അവനിൽ പിന്നെ. സുഹൃത്തുക്കളെ, ദോഷത്തിനും അതിരുള്ളതാ. അതിരെത്തിയാൽ കൽബിന് സീലടിക്കുന്നതാ. അതിൽ പിന്നെ യാതൊരു ഖൈറിനും തൗഫീഖ് കൊടുക്കുന്നതല്ലൊരു കാലവും ഖല്ലാത്ത്. ഇത് അൽ ഹസൻ ബസരി ഇമാം പറയുന്നതാ. ത്വഹാറത്തുൽ ഖുലൂബ് നോക്കതിലുള്ളതാ. ദോഷിക്ക് ശിക്ഷ വരുന്നതിൽ ഒന്നാണ്, സന്മാർഗികൾ വെറുക്കുന്നതും എന്നാണ്. ഒരു തെറ്റ് നീ ഒഴിക്കുന്നതേറ്റം അജ്മല, അത് 1000 സുന്നത്ത് ഹജ്ജിൽ അഫ്ദല. അബു അസിമിൽ അന്താക്കിയിൽ നിന്നുള്ളതാ. ത്വഹാറത്തുൽ ഖുലൂബ് അതിൽ വിവരിച്ചതാ. അറിവില്ല റബ്ബെ എങ്ങനാണ് അടുക്കേണ്ടത്, തിരിക്കെന്നെ നീ അതിലേക്കതാ കൊതിക്കുന്നത്. ഏതെങ്കിലും അമലൊന്ന് നഷ്ടം വന്നതിൽ നിനക്കില്ല യാതൊരു ക്ലേശവും അത് പോയതിൽ. എന്നാൽ ഹബീബെ കരയണേ ചിരിക്കണ്ട, നിനക്കുള്ള കൽബ് മരിച്ച് പോയത് കൊണ്ടാ.